നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ. വാണിടുകനാരതം എന്നുടെ നാവുകന്മേൽ വണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യേണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ വാരിജോദ്ഭവമുഖ വാരിജാവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ ശ്ലോകം കേൾക്കാത്തവർ ചുരുക്കമായിരിക്കാം. സദാശിവനിൽ ആരംഭിച്ച് ശങ്കരാചാര്യരിലൂടെ കടന്നു വന്ന് ഇന്നിതാ എൻ്റെ ഗുരുവിൽ എത്തി നിൽക്കുന്ന ഗുരുപരമ്പരയെ വന്ദിക്കുന്നു എന്നാണ് ഈ വന്ദന ശ്ലോകത്തിൻ്റെ അർത്ഥം. ആദി ഗുരു പരമാത്മാവ് തന്നെയാണ്. ശൈവ വൈഷ്ണവങ്ങൾ അനുസരിച്ച് ആദി ഗുരുവിന് ദക്ഷിണാമൂർത്തിയുടെയോ ഹയഗ്രീവൻ്റെയോ ഭാവം കൽപ്പിക്കപ്പെടുന്നു. പരമാത്മാവിൽ ആരംഭിച്ച് ശങ്കരാചാര്യർ തുടങ്ങിയ മഹാഗുരുക്കന്മാരിലൂടെ പ്രവഹിച്ച് തൻ്റെ ഗുരുവിലൂടെ വീണ്ടും മുന്നോട്ടൊഴുകുന്ന ആർഷജ്ഞാനത്തെയാണ് ഗുരുപരമ്പരാ വന്ദനത്തിലൂടെ സ്തുതിക്കുന്നത്. സദാശിവൻ പരമാത്മാവും സകല ശാസ്ത്രങ്ങളുടെയും ആദി കാരണവുമാണ്. സ്വന്തം ഗുരുവാകട്ടെ ആ ആർഷജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ സ്വരൂപവുമാണ്. അവർക്കൊപ്പം മധ്യസ്ഥാനം നൽകി ശ്രീ ശങ്കരാചാര്യ സ്വാമിയെയും നമ്മൾ ഭക്തിപൂർവ്വം സ്മരിക്കുന്നു. ഗുരുവിനെ പൂജിക്കുക എന്നതുകൊണ്ട് ഒരു വ്യക്തിയെ പൂജിക്കുക എന്നതല്ല, മറിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മഹത് ദർശനത്തെയാണ് പൂജിക്കുന്നത്. ഗുരുവിൻ്റെ ആത്മസ്വരൂപവും പ്രഭാവവുമാണ് ആദരിക്കപ്പെടുന്നത്. ആ ആത്മജ്ഞാന സ്വരൂപത്തിനു മുൻപിൽ ശിഷ്യർ നമിക്കുന്നു.
വിവിധ ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ആരാധിക്കുന്നു. അതാണ് ഗുരുപൂർണിമയിലൂടെ ആചരിക്കുന്നതും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. ത്രയീവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയനം ജടാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിരാലംബം സാംബം ശിവമതിവിഡംബം ഹൃദി ഭജേ. ത്രയീവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയനം ജടാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിരാലംബം സാംബം ശിവമതിവിഡംബം ഹൃദി ഭജേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശിവനെയോ ശിവയെയോ ആരാധിച്ച് നിരാശരായവരില്ല. ശിവത്തെ ഹൃദയത്തിൽ ഭജിക്കുന്നു. ഭജിക്കുന്നുവെന്ന് പറഞ്ഞാൽ സേവിക്കുന്നു, പൂജിക്കുന്നു, കീർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശിവാനന്ദ ലഹരി പാരായണം ചെയ്യുന്ന ഓരോരുത്തരും അതിലെ തത്വങ്ങൾ തന്നിൽ പ്രകാശിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദ ലഹരി എന്ന കൃതിയിലെ 3-ാം ശ്ലോകം ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരി 2-ാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ പറഞ്ഞു, ശിവാനന്ദ ലഹരി വിജയതാം, ശിവാനന്ദ ലഹരി വിജയിക്കുമാറാകട്ടെ. എവിടെ? മച്ചേതോ ഹൃദഭുവി വസന്തി, എൻ്റെ ബുദ്ധിയാകുന്ന തടാകഭൂമിയിൽ നിവസിക്കുന്നവളായ ശിവാനന്ദ ലഹരി വിജയിക്കുമാറാകട്ടെ. എൻ്റെ ചിത്തമാകുന്ന തടാകഭൂമിയിൽ. എവിടുന്ന് വന്നു ഇത്? പറയുകയാണ്, ത്വച്ചരിതസരിത ഗളന്തി ശിവാനന്ദ ലഹരി, നിൻ്റെ ചരിതമാകുന്ന സരിത്ത് നദി ഗളന്തി ഒഴുകുന്നവളായ ശിവാനന്ദ ലഹരി എങ്ങനെ ഒഴുകുന്നു? കിൽബിഷരജോ ദളന്തി, കിൽബിഷങ്ങളാകുന്ന പാപങ്ങളാകുന്ന പൊടിപടലങ്ങളെ, അഴുക്കിനെ കഴുകിക്കളഞ്ഞ് ഇല്ലാതാക്കിക്കൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് ഒഴുകുന്നതായ ശിവാനന്ദ ലഹരി അങ്ങനെ ആ നദി ഒഴുകുകയാണ്. അതിൽ നിന്ന് ധീകുല്യ സരണിഷു പതന്തി, ബുദ്ധിവൃത്തികളാകുന്ന കുല്യകൾ, കുല്യ കനാല്, തോട് എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള വഴികളിലൂടെ പതിക്കുന്നവൾ. അതിലൂടെ ഒഴുകി ഒഴുകി എവിടെ എത്തി? മച്ചേതോ ഹൃദഭുവി, എൻ്റെ ഛേദസ്സാകുന്ന തടാകഭൂമിയിൽ. ആ സരിത്ത് എന്താണ് ചെയ്യുന്നത്? സംസാരഭ്രമണ പരിതാപോപശമനം, സംസാരഭ്രമത്തിൻ്റെ പരിതാപം ഉപശമിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ എത്ര മനോഹരമായൊരു കൽപ്പനയാണെന്ന് നോക്കൂ. ആദ്യം തന്നെ ഭഗവത് ചരിതങ്ങൾ വരുന്നു. ഇപ്പോൾ ഭഗവത് ചരിതങ്ങളെ കേൾക്കുക, ഭഗവത് ചരിതങ്ങളെ പറയുക, ഇതാണ് ആദ്യം പറയുന്നത്. ഈശ്വരചരിത വർണ്ണനം, ഈശ്വരചരിത ശ്രവണം, ശ്രവണം, കീർത്തനം, അങ്ങനെ പോകുന്ന ഭക്തി സാധനകളുടെ പ്രാഥമിക ഘട്ടം. അതാണ് ആദ്യം സൂചിപ്പിച്ചത്. അതാണ് ത്വചരിതസരിത എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞു, അത് കിൽബിഷരജോ ദളന്തി, ഭഗവത് ചരിതങ്ങൾ
പാപവാസനകളെ മുഴുവൻ ഇല്ലാതാക്കുകയാണ്. അന്ധകരണത്തെ ശോധനം ചെയ്യുകയാണ്, ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ അന്ധകരണം ശുദ്ധീകരിക്കുമ്പോഴോ ധീകുല്യാസരണിഷു പതന്തി, അത് ബുദ്ധിയാകുന്ന തോടുകളിലേക്ക് പതിക്കുകയാണ്. താത്പര്യം നമ്മളിൽ വൃത്തിജ്ഞാനം ഉദിക്കുകയാണ്. ഭഗവത് ചരിത ശ്രവണ കീർത്തനങ്ങളെ കൊണ്ട് ശുദ്ധി കൈവരിക്കുമ്പോൾ, മാലിന്യങ്ങൾ നീങ്ങുമ്പോൾ നമ്മളിൽ വൃത്തിജ്ഞാനം ഉദിക്കുകയാണ്. അങ്ങനെ വൃത്തിജ്ഞാനം ഉദിക്കുമ്പോഴോ സംസാര പരിഭ്രമണ താപം ഉപശമിക്കുകയാണ്. സംസാര ദുഃഖങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെ സംസാര ദുഃഖങ്ങൾ നീങ്ങുക എന്നുള്ള പ്രയോജനത്തിലേക്ക് എത്തിക്കുകയാണ്. ഇതാണ് ശിവാനന്ദ ലഹരി ചെയ്യുന്നത്. അത് ഭഗവത് ചരിതങ്ങളാണ്. ആ ഭഗവത് ചരിതങ്ങൾ അങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോൾ കിൽബിഷരജസ് ഇല്ലാതാകും. കിൽബിഷരജസ് ഇല്ലാതാകുമ്പോൾ തത്വജ്ഞാനം പ്രകാശിക്കും. തത്വജ്ഞാനം പ്രകാശിക്കുമ്പോഴോ സംസാരക്ലേശങ്ങൾ ഇല്ലാതാവും. ഇതിനെല്ലാം വഴിയൊരുക്കുന്ന ശിവാനന്ദ ലഹരി വിജയിക്കട്ടെ, നല്ലതുപോലെ പ്രകാശിക്കട്ടെ. ഇത് ഭഗവാൻ ഭാഷ്യകാരൻ, ശിവാനന്ദ ലഹരിയുടെ കർത്താവ്, തൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത് പാരായണം ചെയ്യുന്ന, ഇത് കീർത്തനം ചെയ്യുന്ന ഓരോ ജിജ്ഞാസുവും ഭക്തനും ഇത് തന്നിൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു മനോഹരമായ കൽപ്പനയാണെന്ന് നോക്കൂ. തുടർന്ന് 3-ാം ശ്ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയനം ജഡാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവമതിവിഡംബം ഹൃദി ഭജേ. ശിവം ഹൃദി ഭജേ. ശിവം, ശിവനെ അഥവാ ശിവത്തെ, ഹൃദി ഹൃദയത്തിൽ, ഭജേ ഞാൻ ഭജിക്കുന്നു. അപ്പോൾ ഇവിടെ ക്രിയാപദം ഭജേ എന്നുള്ളതാണ്. ഭജേ എന്ന് പറഞ്ഞാൽ ഞാൻ ഭജിക്കുന്നു. ഭജ് സേവായാം എന്ന് ധാതു. അപ്പോൾ ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സേവിക്കുന്നു, ഞാൻ പൂജിക്കുന്നു, ഞാൻ ഭജിക്കുന്നു, ഞാൻ കീർത്തിക്കുന്നു, എല്ലാ തരത്തിലും അർത്ഥം പറയാം. അവിടെ മറ്റൊരാളുടെ പ്രയോജനത്തിനല്ല, മറ്റൊരാൾക്ക് വേണ്ടിയല്ല, ഞാൻ ഭജിക്കുന്നു. അതാണ് ആത്മനേപഥത്തിൻ്റെ വിശേഷ പ്രയോഗം. ഭജാമി എന്നല്ല, ഞാൻ ഭജേ എന്ന് തന്നെയാണ്. എങ്ങനെയുള്ള ശിവനെ അഥവാ എങ്ങനെയുള്ള ശിവത്തെ മറ്റെല്ലാ പദങ്ങളും വിശേഷിപ്പിക്കുന്നു. നമുക്കത് ക്രമമായി ശ്രദ്ധിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनात् मृत्योर्मुक्षीय मामृतात्। ॐ